ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 118 സങ്കീർത്തനം 6 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118:6. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? പ്രിയരെ, ഈ വാക്യത്തിൻ്റെ നന്മകളെ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വളരെ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി ഒരു മനുഷ്യന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് 6 വാക്യം. ഒന്നാമത്തെ കാര്യം പറയുന്നത്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ? ആമേൻ. ദൈവം നമ്മുടെ പക്ഷത്തില്ല എങ്കിൽ എത്ര വലിയ സന്നാഹങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും, ബന്ധുബലവും പണവും സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും നിശ്ചയമായിട്ടും ആ പോക്ക് പരാജയത്തിലോട്ടും നാശത്തിലോട്ടുമായിരിക്കും. എന്നാൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആരെല്ലാം എതിരായി വന്നാലും, ആരെല്ലാം കൈവിട്ടാലും, എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കയറി വന്നാലും, കൂരിരുളിന്റെ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹമായി, വിടുതലായി, നന്മയായി തീരും. ഇന്ന് രാവിലെ നാം ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ, അതോ നാം ദൈവപക്ഷത്താണോ അനുദിനം ജീവിക്കുന്നത്? ആമേൻ. നമുക്കറിയാം, തിരുവചനത്തിനകത്ത് ദൈവം കൂടെയുണ്ടായിരുന്ന, ദൈവം പക്ഷത്തുണ്ടായിരുന്ന ഒരു കൂട്ടം പേരുടെ ചരിത്രം തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധികളൊക്കെ അവർ അനുഭവിക്കേണ്ടി വന്നു, വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ജീവിതത്തിൽ ഒരിടത്തും തകർന്നു പോകുവാൻ, ഇല്ലാതായി പോകുവാൻ ബലവാനായ ദൈവം അനുവദിച്ചില്ല. പ്രിയരെ, നാം ദൈവപക്ഷത്താണ്. ദൈവം നമ്മോട് അടുത്തിരിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം ചിന്തിക്കാതെ മുൻപിലേക്ക് പോകരുത്. നമുക്കറിയാം, പഴയ നിയമത്തിനകത്ത് ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനം ആകപ്പാടെ അവർക്ക് പറയുവാനുണ്ടായിരുന്നത്, ദൈവം അവരോടുകൂടെ ഇരുന്നു, അവരുടെ പക്ഷത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യോസഫിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. യോസഫ് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം കൃതാർത്ഥനായി മാറി. പോയ സ്ഥലത്തിന്റെയും വഹിച്ച സ്ഥാനത്തിന്റെയും പ്രത്യേകതയല്ല, ദൈവം യോസഫിന്റെ പക്ഷമുണ്ടായിരുന്നു. പ്രിയരെ, പൊട്ടക്കിണറ്റിനകത്തും കാരാഗ്രഹത്തിനകത്തും വേദനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ദൈവം പക്ഷം നിന്ന മനുഷ്യനാണ് യോസഫ്. ഇന്ന് പകൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും, എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും ജയകരമായി പുറത്തു വരുവാൻ കഴിയും, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ. ആമേൻ. ഈ രാവിലെ മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ, സ്നാനപ്പെട്ടവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിതമാണെങ്കിൽ, നാം തിരിച്ചറിയാതെ പോകരുത്, ലോകം മുഴുവനും വെറുത്താലും
ദൈവം നമ്മുടെ പക്ഷത്ത് കൂടെ നിൽക്കും. ഗിദെയോന്റെ ചരിത്രം നമുക്കറിയാം. ഗിദെയോൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു, എന്നാൽ ദൈവം അവന്റെ പക്ഷത്തുണ്ടായിരുന്നു. അവന്റെ കൈകളിലൂടെ അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി തീർന്നു. ജയകരമായി മുന്നേറുവാൻ ദൈവം അവനെ സഹായിച്ചു. പ്രിയരെ, ദൈവം നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും പക്ഷത്തുണ്ടോ? ഉണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പേടിക്കയില്ല. ആമേൻ. പേടിപ്പിക്കുന്നതിന് വേണ്ടി, ഭയപ്പെടുത്തുന്നതിന് വേണ്ടി, തളർത്തിക്കളയേണ്ടതിന്, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പിറകെ ഒന്നായി വന്നാലും എനിക്ക് അപ്പനുള്ളത് കൊണ്ടല്ല, പണമുള്ളത് കൊണ്ടല്ല, ബന്ധുബലമുള്ളത് കൊണ്ടല്ല, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ പേടിക്കയില്ല. ഇന്ന് പകൽ ദൈവപക്ഷത്തോട്ട് നാം ചേർന്ന് നിന്നാൽ ഭയപ്പെടുത്തുന്ന ശക്തികൾ, അതൊരു പക്ഷേ മരണമാകാം, കടഭാരമാകാം, രോഗമാകാം, ഏതെങ്കിലും തരത്തിലുള്ള ആകുല ചിന്തകളാകാം, ഭയപ്പെടുത്തുന്ന ശക്തികൾ വിട്ടുമാറുവാനായി തുടങ്ങും. അവസാനത്തെ സെന്റൻസ് എഴുതിയിരിക്കുന്നത്, അവസാനത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ദൈവം ഒരു മനുഷ്യന്റെ പക്ഷം നിന്നാൽ ഒരു രാജാവിനും, ഒരു സൈന്യാധിപനും, ഒരു സിംഹത്തിനും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ രാവിലെ വിശ്വസിക്കാമോ? പ്രാർത്ഥിക്കുന്ന എന്നെ താങ്ങേണ്ടതിന്, ആരാധിക്കുന്ന എൻ്റെ പക്ഷം നിൽക്കേണ്ടതിന് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ദൈവം ഒരു മനുഷ്യന്റെ കൂടെ ഇരുന്നാൽ പേടിക്കേണ്ടി വരത്തില്ല, ഭയപ്പെടേണ്ടി വരത്തില്ല. കാരണം ജയമുറപ്പാണ്. ആമേൻ. അങ്ങനെയാ വാക്യം എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ആമേൻ. ആക്രോശിക്കാൻ കഴിയും, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാൻ കഴിയും. പക്ഷെ ജീവിതത്തെ തൊടുവാൻ, നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ ഒരു നാളും ദൈവം അനുവദിക്കത്തില്ല. ഈ നല്ല പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ മഹാദൈവം നമ്മുടെ പക്ഷം നിൽക്കുന്ന, ജീവിതയാത്രയിൽ എവിടെയെല്ലാം നാം എത്തിയാലും നമ്മുടെ പക്ഷം നിൽക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ടൊരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് നിശ്ചയമായിട്ടും ദൈവം നമ്മെ ബലപ്പെടുത്തും. ഞാൻ പേടിക്കയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ധൈര്യത്തോടെ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? വലിയ ദൈവപ്രവൃത്തിയെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓരോ നാളും ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്ന പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. വലിയ വിടുതലുകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ ഈ പകൽ പ്രാപിക്കട്ടെ. പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കും, സഹായിക്കും. ഇത് ബലമുള്ള കരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.